ചെറിയത് വന്നപ്പോഴത്തേക്കും കുറച്ചധികം മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെറിയതെന്ന് പറയുമ്പോൾ എൻ്റെ നാത്തൂനാണ് കേട്ടോ. ഞാൻ എൻ്റെ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും കമൻസ് വരും, അതുകൊണ്ട് പറയുവാണ്. കുറച്ചധികം ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ചെടുത്തിട്ട് അച്ചാറിടാന്ന് ഓർത്ത്. അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല രീതിക്ക് ചീറ്റി പോയിട്ടുണ്ടായിരുന്നു അച്ചാർ. എനിക്കാണെങ്കിൽ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സുനീറാനെ കൊണ്ട് ഇടിക്കാന്ന് ഓർത്ത്, അതായത് മേമാടെ മകളാണ്, പുള്ളിക്കാരി അത്യാവശ്യം നല്ലപോലെ അച്ചാറിടും കേട്ടോ. അങ്ങനെ മാങ്ങായും പറക്കി മേമാട് അങ്ങോട്ട് പോയി അവിടെ നിന്നാണ് അച്ചാറിട്ടത്. ഫസ്റ്റ് തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുക് ഉലുവായും പൊട്ടിച്ചിട്ട് അതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിലിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും കുറച്ച് അച്ചാർ പൊടി ഇടണം. പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അരപ്പൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 4-5 മാങ്ങ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരു കവർ ഫുൾ അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ മാങ്ങ അതിലോട്ട് തട്ടി കുറച്ച് കായപ്പൊടിയും കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ആക്കണം. കാരണം മാങ്ങ അധികം വെന്ത് അലുത്ത് പോകാൻ പാടില്ല. അങ്ങനെ അച്ചാർ സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും മേമാട് അവിടെ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു പ്ലേറ്റിൽ കുറച്ച് ചക്കക്കൂട്ടാനും അച്ചാറും കൂടെ എടുത്തിട്ട് ഞാൻ കഴിച്ചു. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ കോമ്പിനേഷനൊക്കെ. അപ്പോൾ അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.